അരുൺ, ആ സ്പോട്ട് സിഗ്നൽ ലഭിച്ചതിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. മുണ്ടക്കൈ ടൗൺ, അവിടെ പള്ളിയുണ്ട്. അതിനോട് ചേർന്നുള്ള ഒരു 2 നില കെട്ടിടം, ചെറിയ കെട്ടിടമാണ്, ചെറിയ കടമുറികളാണ്. അതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഈ സിഗ്നൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ആ കടമുറിയുടെ പിൻഭാഗത്തെ ചുവരിടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. ആ കോൺക്രീറ്റ് പാളികൾ ഇപ്പോൾ മണ്ണിൽ മൂടിക്കിടക്കുകയാണ്. ആ പരിസരത്തായിട്ടാണ് സിഗ്നൽ ലഭിച്ചത് എന്ന് മാത്രമല്ല, ഈ 2 തവണയും സിഗ്നൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന നടത്തിയത് ഈ മണ്ണിലായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ആ കെട്ടിടത്തിൻ്റെ ചുവരുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ബേസ്മെൻറ്റ്, പാറക്കല്ലുകൾ ഇപ്പോഴും അതുപോലെ നിൽക്കുകയാണ്. അതിൽ ചില സ്ലാബുകളുണ്ട്. ആ സ്ലാബുകളിലുള്ള മണ്ണ് മാറ്റിയാണ് പരിശോധിച്ചത്. അതായത് ആ പരിസരത്ത് തന്നെ, ആ പരിസരം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയത്. നമുക്ക് അങ്ങനെ അവിടെ തന്നെ അവർ ആ പരിശോധന ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയമുണ്ട്. അത് മനുഷ്യനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ മൃഗങ്ങളോ ഒക്കെയാണ് എങ്കിൽ അത് അവിടെ തടഞ്ഞു നിന്നാൽ കാണേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനും ഒരു വലിയ മൃഗത്തിനും, അതിപ്പോൾ പശുവിനോ ആടിനോ ഒക്കെ ആണെങ്കിലും അവിടെ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല, സ്ട്രക്ചറല്ല അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ തവള പോലുള്ള ചെറിയ വസ്തുക്കൾക്ക് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ സിഗ്നലിൽ പിടിക്കുമോ എന്നുള്ള ചോദ്യം വന്നത്. അതിന് പക്ഷേ അവർ പറയുന്നത് അങ്ങനെയല്ല. ഈ പശുക്കൾക്ക് താഴെയുള്ള മൃഗങ്ങൾ അതിൽ പെടില്ല എന്നവർ പറയുമ്പോൾ സ്വാഭാവികമായും കുറച്ചധികം വലിപ്പമോ കുറച്ചധികം വലിയ ഏതെങ്കിലും ഒരു ജീവിയായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യനായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവർ പരിശോധിച്ച ആ സ്ഥാനത്ത് നമ്മൾ സാധ്യത കൽപ്പിക്കുന്നത് പോലെ മനുഷ്യനോ പൈക്കിടാവോ ഒക്കെ നമ്മുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള സാധ്യത തീരെ വിരളമാണ്. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ അടിത്തട്ടിലേക്കുള്ള മണ്ണ് മാറ്റി നോക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ മണ്ണ് മൂടിയിട്ടുണ്ടാകും. അവിടെ നിന്ന് അടർന്നു വീണ കോൺക്രീറ്റ് പാളികൾ ഉണ്ടാകും. പക്ഷേ ഈ കെട്ടിട ഉടമ യൂസഫ് പറഞ്ഞത് ഇന്ന് രാവിലെയും 2 ഹിറ്റാച്ചികൾ വന്ന് ഇവിടെ വൃത്തിയാക്കി എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു 2 മീറ്റർ താഴെയൊക്കെയാണ് ഈ സാന്നിധ്യമെങ്കിൽ ആ ഹിറ്റാച്ചി വെച്ച് മണ്ണൊക്കെ മാറ്റുമ്പോൾ സ്വാഭാവികമായും അത് ശ്രദ്ധയിൽപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ സംശയങ്ങൾ അനവധിയുണ്ട്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പകലന്തിയോളം ഇന്ന് നട്ടപ്പാതിരാക്കും പണിയെടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനല്ല, മനുഷ്യൻ്റെ മൃതദേഹമല്ല, അല്ലെങ്കിൽ മനുഷ്യജീവിയല്ല കണ്ടെത്തുന്നതെങ്കിൽ പോലും അതിലൊരു നിരാശയും വേണ്ടതില്ല. കാരണം ഒരു ജീവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് അടിവരയിട്ട് പറയുമ്പോൾ, ഉറപ്പിച്ച് പറയുമ്പോൾ, അത് ആധികാരികമായി പറയുമ്പോൾ എന്തിനാ സാധ്യത അടയ്ക്കണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ദൗത്യസംഘം മടങ്ങാനൊരുങ്ങുമ്പോഴാണ് അങ്ങനെ മടങ്ങാനാവില്ല എന്ന് പറഞ്ഞവരെ പിടിച്ചുകെട്ടി സംസ്ഥാന സർക്കാരും മറ്റു സംവിധാനങ്ങളും അത് നടത്തിയിട്ട് പോയാൽ മതി എന്ന ഒരു നിർബന്ധ ബുദ്ധി കാണിച്ചത്. അതുതന്നെയാണ് വേണ്ടതും. അത് രാത്രിയായാലും പകലായാലും മറ്റു വെളിച്ചമൊക്കെ കൊണ്ട് ഒരു പരിശോധന അനിവാര്യമാണ്. സ്വാഭാവികമായും ഇന്ന് കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമായിരുന്നു. ഇനി രാത്രിയത്തെ അവസ്ഥ അറിയില്ല. നാളത്തേക്ക് പരിശോധന മാറ്റുമ്പോൾ കനത്ത മഴയോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാലും, മാത്രമല്ല അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രീത്തിങ് എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ, ആ ഒരു ബ്ലൂ സിഗ്നൽ അതിൽ തെളിഞ്ഞു വന്നിട്ട് നാളെ വരുമ്പോൾ ആ സിഗ്നൽ ലഭിക്കാതിരുന്നാൽ അതിനർത്ഥം ഈ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആ ബ്രീത്തിങ് നിലച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെ ബ്രീത്തിങ് നിലച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് മാറ്റിവെച്ച് നാളെ പരിശോധന നടത്തി, നാളെ റഡാർ പരിശോധന നടത്തുമ്പോൾ അതിൽ സിഗ്നൽ ലഭിക്കാതെ ആ ബ്രീത്തിങ് സിഗ്നൽ കാണിക്കാതിരുന്നാൽ ആ ബ്രീത്തിങ് എങ്ങനെ നിലച്ചു എന്നുള്ളൊരു ചോദ്യം, അതിനൊരു മറുപടി എന്തായാലും പറയേണ്ടി വരും. അതിനുത്തരവാദികൾ എല്ലാവരുമായിരിക്കും. അത് മനുഷ്യനാകട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങളാകട്ടെ, മൃഗങ്ങളാകട്ടെ, എന്തായിരുന്നാലും ഒരു ജീവന്റെ തുടിപ്പ് അവിടെ കണ്ടു. ജീവൻ, അതേതു ജീവനായിരുന്നാലും വിലപ്പെട്ടത് തന്നെയാണ്. ഇത്ര വലിയ ഒരു ദുരന്തമുണ്ടായി, 100 കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചു പോകുന്ന ഒരു ദുരന്തത്തിനിടയിൽ നിന്ന് ഈ ദിവസങ്ങൾ പിന്നിടുമ്പോൾ, ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഏതെങ്കിലും ഒരു ജീവൻ പിടിച്ചു കെട്ടാൻ അതിലേക്കൊരു കൈ നീട്ടാൻ, ആ ഒരു കച്ചിത്തുരുമ്പായി നമുക്ക് മാറാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ വിജയവും അതിനേക്കാൾ ഈ വലിയ ദുരന്തമായി ഇത് രേഖപ്പെടുത്തുമ്പോൾ, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ദുരന്തം രേഖപ്പെടുത്തുമ്പോൾ അതിനിടയിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു ദൗത്യത്തിൻ്റെ വിജയമായി അത് മാറുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. അങ്ങനെയുള്ളൊരു സംഗതിയാണ് പാതി വഴിയിൽ അവസാനിപ്പിച്ച് പോകാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ സൈനിക മേധാവികളൊക്കെ ഇവിടേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. സൈനിക മേധാവി എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടുത്തെ ഓപ്പറേഷന് ചുമതല വഹിച്ചിരുന്ന, അതിന് നേതൃത്വം കൊടുത്തിരുന്ന പട്ടാള ഉദ്യോഗസ്ഥനാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മറ്റ് പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്. നേരത്തെ IC ബാലകൃഷ്ണൻ MLA ഉണ്ടായിരുന്നു. പ്രദേശവാസികളായ ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇവിടെ തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ആർമി ഉദ്യോഗസ്ഥന് ചില നീരസം, ക്യാമറയും ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു നീരസം വരുന്നു. കാരണം പണി നിർത്തി മടങ്ങിപ്പോകാൻ പോയ ആളുകളെ പിടിച്ചു കെട്ടിയതുപോലെ ഇവിടെ കൊണ്ടുവന്നത് മാധ്യമങ്ങളുടെ ഇടപെടലാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിലുള്ള ഒരു നീരസം അദ്ദേഹം ഈ ക്യാമറ ലൈറ്റുകളും മറ്റും കാണുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം മറ്റു ഒരു ഉദ്യോഗസ്ഥനോട്, ഒരു സൈനിക വേഷത്തിലുള്ള പട്ടാളക്കാരനോട് എന്തോ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. മറ്റു സന്നദ്ധ പ്രവർത്തകർ, SKSSFൻ്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അങ്ങനെ സന്നദ്ധ പ്രവർത്തകർ, വോളണ്ടിയർമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരോടുൾപ്പെടെയാണ് ഈ പട്ടാള ഉദ്യോഗസ്ഥന്, ഇവിടെ ചുമതല നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥന് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അത് സ്വാഭാവികമായും ഇന്ന് നടത്താനുള്ള പരിശോധനയുടെ തുടർ രീതി എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചൊരു നിർദ്ദേശമാണ് നൽകുന്നത്. ഏതു രീതിയിൽ ആ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിൻ്റെ നിർദ്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ആ നിർദ്ദേശം നൽകുന്നതും അദ്ദേഹം വിരൽ ചൂണ്ടുന്നതുമൊക്കെ അത് ദൃശ്യങ്ങളിൽ കാണാനാകും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം, അദ്ദേഹം വിരൽ ചൂണ്ടുന്നതെല്ലാം നേരത്തെ സ്പോട്ട് ചെയ്ത, നേരത്തെ സിഗ്നൽ ലഭിച്ച അതേ പ്രദേശം നോക്കി തന്നെയാണ്, അതേ സ്ഥലം നോക്കി തന്നെയാണ്. അതായത് ആ പരിശോധന കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ
മുണ്ടക്കൈ ടൗണിലെ ചെറു കടകളായിട്ടുള്ള 2 നില കെട്ടിടത്തിൻ്റെ പിൻഭാഗത്ത് കാണുന്ന സിഗ്നൽ ലഭിച്ച അതേ ഇടത്തു തന്നെയാണ് പരിശോധന നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അവിടെ വെളിച്ചം വേണം, അവിടെ ലൈറ്റ് സംവിധാനം വേണം, അവിടെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ വേണമെന്നുള്ള ആലോചനയാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ആ നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും ഇനി തുടർന്നങ്ങോട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്.